നമസ്കാരം, കഞ്ഞിയും പയറിലേക്ക് സ്വാഗതം. ഇപ്പൊ ഈ സമയം എന്ന് പറയുന്ന ഒരു ഉച്ച സമയമാണ്. അപ്പം ചോറിനോടുകൂടി ഒരു മുട്ട പൊരിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 വെറൈറ്റി തരത്തിലുള്ള മുട്ടയാണ്. മുട്ട പൊരിച്ചെടുക്കുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് സാധാ ഓംലെറ്റ്, രണ്ടാമത് തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ തേങ്ങ ചേർത്തിട്ടുള്ള ഒരു ഓംലെറ്റ്, മൂന്നാമത്തത് സവാള, പച്ചമുളക് എന്നിവ ചേർത്തുള്ള ഒരു ഓംലെറ്റ്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിന് ആവശ്യം വേണ്ട ഘടകങ്ങൾ: ഞാനിവിടെ എടുത്തേക്കുന്ന 4 മുട്ട, വെള്ള മുട്ടയാണ്. ഒരു സവാളയെ 4ആയിട്ട് ഭാഗിച്ച് അതിൽ ഒരു ഭാഗം, അതായത് 4-1 സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഹാഫ് തേങ്ങയുടെ 4-1 ഭാഗം തേങ്ങ ചിരകിയത്, കറിവേപ്പില, മുളക് പൊടി, ഉപ്പ് എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം സാധാ മുട്ട പൊരിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. മുട്ട എടുക്കുക, അത് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക, അതിലേക്ക് ഉപ്പ് മാത്രം ഇട്ട് പൊരിച്ചെടുക്കുന്ന ഇതാണ് ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞ് മുട്ടയിൽ പച്ചമുളകും കറിവേപ്പിലയും മുളക് പൊടിയും ഉപയോഗിച്ച് എങ്ങനെ മുട്ട റോസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് മുട്ടയിൽ തേങ്ങ ചിരകിയതിട്ട് എങ്ങനെ മുട്ട റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 3 തരത്തിലുള്ള മുട്ടയാണ് ഞാൻ ഇവിടെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. മുട്ട റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഗ്യാസിലേക്ക് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഈ ദോശക്കല്ലിനെ ചൂടാക്കി എടുക്കുക. ചൂടാക്കുന്ന സമയത്ത് അല്പം എണ്ണ പുരട്ടുക. ആദ്യം ഗ്യാസ് ഓണാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ചേർക്കുക. ഈ സമയത്ത് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പൊ നമ്മളിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്. ആദ്യം മുട്ട നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഈ ഉടച്ചു വെച്ച മുട്ടയിലേക്ക് അല്പം ഉപ്പ്, ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇങ്ങനെ ദോശക്കല്ലിലേക്ക്, ചൂടായിരിക്കുന്ന ദോശക്കല്ലിലേക്ക് ഒഴിക്കുക. മുട്ട ചൂടായി വരുന്ന സമയത്ത് അരികളൊന്ന് ചട്ടുകം വെച്ച് നേരെയാക്കുക. കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ അടിവശം നല്ല രീതിയിൽ വെന്തിരിക്കും. അപ്പം നമുക്കിത് തിരിച്ചിടാം. മുട്ട തിരിച്ചിട്ടു. ഇപ്പോൾ ഒരു വശം വെന്ത് കഴിഞ്ഞു. മറുവശം വേകാനായിട്ട് തിരിച്ചിടുകയാണ്. 2 വശവും ഒരു നേരത്തെ ബ്രൗൺ കളർ ആകുന്നവരെ ചൂടാക്കുക. സാധാ മുട്ട ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ മുളകും കറിവേപ്പിലയും ചേർത്തുള്ളൊരു മുട്ട. രണ്ടാമത് നമ്മൾ പറഞ്ഞിരുന്ന മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തുള്ളതാണ്. അപ്പം അതിലേക്ക് വേണ്ടി ഒരു മുട്ട ആദ്യം എടുത്തിട്ടുണ്ട്. അതിന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് നന്നായിട്ട് നേരത്തെ ഉടച്ചു വെച്ചതുപോലെ ഇത് ഉടയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഉടക്കുക. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇടുകയാണ്. കറിവേപ്പിലയും ഇതിലേക്ക് ഇടുക. ഇവയും നന്നായിട്ട് ചേർത്ത് വറുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദോശക്കല്ലിലേക്ക് ഒഴിക്കുക. ഇനി ഈ മുട്ട അടുത്ത സൈഡ് ബ്രൗൺ ആയി കഴിഞ്ഞിരിക്കും. ഇനി തിരിച്ചിടുകയാണ്. ഇതും മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന 2 മുട്ട റോസ്റ്റും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് മുട്ടയും അതിലേക്ക് തേങ്ങാപ്പീരയും കൂടെ ഇട്ടുള്ള ഒരു റോസ്റ്റാണ്. അതിൽ സവാളയും തേങ്ങാപ്പീരയും മുളക് പൊടിയും ഉപ്പും ഇതാണ് അതിൻ്റെ കൂട്ടെന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ എടുത്തിരുന്നത് 2 മുട്ടയാണ്.
നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിലേക്ക് നേരത്തെ ചെയ്ത പോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇവ നന്നായിട്ട് ചേർത്ത് വെക്കുക. ഇതിലേക്ക് നേരത്തെ ചിരകി വെച്ചിരുന്ന തേങ്ങാപ്പീര ഇതിലേക്ക് ഇടുകയാണ്. 2-3 ടീസ്പൂൺ മാത്രം മതിയാവും. സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന സവാള ചേർക്കുകയാണ്. 2.5 ടീസ്പൂൺ. ഇത് നന്നായിട്ട് ചേർത്ത് വെക്കുക. അല്പം കറിവേപ്പിലയും ഇടുകയാണ്. തേങ്ങാപ്പീരയിട്ടുള്ള 3ാമത്തെ മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങാപ്പീരയുടെ മണവും സവാളയുടെ രുചിയും കറിവേപ്പിലയുടെ നിറവും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ആ ഒരു മുട്ടയുടെ ഭംഗി വേറെ തന്നെയാണ്. ഞാൻ ഈ പാചകം ചെയ്യാൻ ആരംഭിച്ചത് തന്നെ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഈ പാചകങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ കുറേ കൂട്ടുകാരുണ്ട്. ഇവരൊക്കെയാണ് ആ കൂട്ടുകാർ. ഞാൻ എന്തുണ്ടാക്കിയാലും ഇവരായിരിക്കും കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് പറയുന്നത്. ബേക്കേഴ്സാണ് ഇവർ. മുട്ട അടി ബ്രൗണായി കാണും, നമുക്കത് തിരിച്ചിടാം. അടിഭാഗം ബ്രൗണായി തുടങ്ങി, അതുകൊണ്ട് അത് തിരിച്ചിട്ടിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന റോസ്റ്റാണ് ഇവിടെ ചെയ്തേക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇവിടെ ഇതാ 3 തരത്തിലുള്ള റോസ്റ്റും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സാധാ മുട്ട നോർമലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇരിക്കുന്നത്, അതിലേക്ക് അല്പം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതായത് കൂടെ അതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർന്നാലോ ഇതുപോലെ. ഇതൊരു കുഞ്ഞു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എളുപ്പത്തിനുണ്ടാക്കാം. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ചെയ്ത ഈ പാചകം എല്ലാവരും അവരവരുടെ വീടുകളിൽ ട്രൈ ചെയ്യുക. നന്ദി.